ചേട്ടാ എന്ത് പറ്റിയായിരുന്നു? കയ്യും കാലും ഇങ്ങനെ പൊള്ളിയിരിക്കുന്നത്? കയ്യും കാലും പൊള്ളിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു കടയിൽ രാധാകൃഷ്ണ പിള്ള ശ്രീദേവി ദമ്പതികൾ നടത്തുന്ന ഒരു സ്റ്റേഷനറി കടയും ചായക്കടയും കൂടെ ചായയും. എൻ്റെ പേര് സുധീർ. ഈ സ്ഥലപ്പേര് വിളക്കുടി പുതുവാശ്ശേരി എന്ന് പറയും. രാധാകൃഷ്ണൻ ശ്രീദേവി ദമ്പതികൾ നടത്തുന്ന ഒരു സ്റ്റേഷനറി കടയോട് ചേർന്ന് തന്നെ കടയ്ക്കകത്ത് തന്നെ ചായയും കൂടെ വരുന്ന ഒരിതുണ്ട്. അവരിൽ നിന്ന് തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചതാണ് നിങ്ങൾ ഈ കാണുന്ന മുറിവ്. നല്ല പൊള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ചൂട് കാലത്ത് വൈകുന്നേരം 4:30 മണിക്ക് അവർ ചായ ഒഴിക്കുന്ന തിളച്ച വെള്ളം കിടന്നത് കോരി ഒഴിച്ചതാണ് ഇത്രയും മുറിവ് ഉണ്ടാകാൻ ഒരു കാരണം. എന്തുകൊണ്ട് ഒഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉച്ചയ്ക്ക് വന്ന് ചോറൊക്കെ കൊണ്ടിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങി. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പം കുളിച്ചിട്ട് പതുക്കെ കടയിലോട്ട് പോയി. നമ്മളൊരു ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഒരു സുഹൃത്ത് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ തിരക്കിപ്പോയതാണ്. അവിടെ ചെന്നപ്പോഴേക്കും വേറെ 2-3 പേര് കടയ്ക്ക് മുമ്പിലൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇവർ ഭാര്യയും ഭർത്താവും കടയിലുണ്ട്. അവർ പിന്നെ ഈ രാധാകൃഷ്ണ പിള്ള എന്ന് പറയുന്ന കടയുടെ മുസ്ലിനോട് ഞാൻ ചോദിച്ച, അച്ചായൻ ഇങ്ങോട്ടെങ്ങാനും സീറ്റടി കഴിഞ്ഞിട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് മോശമായ രീതിയിൽ നിന്ന് സംസാരം ഷൗട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്തോളം താങ്കൾ ഈ പറയുന്നത്, തനിക്ക് പറയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, അല്ലെ അയാൾ വന്നില്ല, അയാളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഇടത്ത് ചെവിക്കലിന് ഒരടി അടിച്ചിട്ട് തെള്ളുകയും ചെയ്ത്. ഞാൻ ഇയാൾ എന്തോടെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവരുടെ വൈഫ് എന്ന് പറയുന്ന ശ്രീദേവി എന്ന് പേര് പറയുന്ന പിന്നെ പുള്ളിയുടെ വൈഫ് തിളച്ച വെള്ളം കുരി അപ്രതീക്ഷിതമായിട്ട്, ഇത് കാണാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ പുള്ളിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണം, ഈ ചൂടുവെള്ള ആക്രമണം. അതുകൊണ്ടൊന്നും പെട്ടെന്ന് തന്നെ ഞാൻ ഈ പുകച്ചിൽ നീറ്റിൽ കാരണം പെട്ടെന്ന് ഓടി എൻ്റെ വീട്ടിൽ വന്ന്, എൻ്റെ വീടും കടയുമായിട്ട് 50 മീറ്ററിനകത്ത് ദൂരേ ഉള്ളൂ. ഓടി വീട്ടിൽ വന്ന് കോൾഗറ്റും എടുത്ത് തേച്ച് കുറച്ച് നേരം ഫാനിൻ്റെ കീഴിലിരുന്ന്. എന്നിട്ടൊന്നും അറിയില്ല. പിന്നെയും 2 ദിവസമൊക്കെ നിന്നപ്പോഴും ഇതുപോലെ ചുമന്ന് കട്ടിക്ക് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കേസ് കൊടുക്കാൻ പോകാനോ എടുക്കാനോ ഒന്നിനും വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ വീട്ടിൽ നിന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിലും പോയി ഒരു മാറ്റം വന്നപ്പം ഒരു വേദനയ്ക്ക് നീറ്റലിന് ചെറിയ അല്പം പിന്നെ ഇത് താഴ്ച വന്നപ്പോൾ മാത്രമാണ് ഞാൻ കൊണ്ടുപോയി CAക്ക് ആരും അറിയാതെ കൊണ്ടുവന്ന് പരാതി കൊടുത്തതാണ്. ആ പരാതി ഇത് കിടപ്പുണ്ട്. അത് ഇതുവരെ ഇത്രയും ദിവസമായിട്ടും എന്നിൽ നിന്ന് മൊഴിയെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ CCTV ഉണ്ട്, ആ ദൃശ്യങ്ങൾ അവർ നോക്കുകയോ കേസ് എടുക്കുകയോ FIR എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈ കേസുമായിട്ട് പിന്നെ കോടതിയിലോട്ട് പോകാനാണ് താല്പര്യം. അല്ലാതെ നാളെ ഒരു സമയത്ത് എനിക്ക് അവരുടെ സാമ്പത്തിക സഹായങ്ങളോ ചികിത്സ സഹായമോ ഒന്നും വേണ്ട. പക്ഷേ നാളെ ഒരു സമയത്ത് മറ്റൊരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. ആ ഒരൊറ്റ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇവരുടെ മുൻപോറുള്ള പിന്നെ ചരിത്രവും കേസുകളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും ഇവർ വേറെ ആരെങ്കിലും ഇത് ചെയ്തിരിക്കും. അതുകൊണ്ട് അതുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നത്. എനിക്ക് പിന്നെ അതിന് ബഹുമാനപ്പെട്ട പിന്നെ കോടതി എനിക്ക് അതിനുള്ള പിന്നെ ന്യായമായിട്ടുള്ള വിധി തരുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ വിധി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ നീക്കാൻ CA സാറിനോട് പിന്നെ ഈ ചാനൽ മുഖേനയും ഞാൻ പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൊഴി എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് കോടതിയിൽ എത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് താല്പര്യം. ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടാക്കുന്നൊരു വ്യക്തിയുമല്ല ഞാൻ. അത് ഈ നാട്ടുകാരുടെ ആരുടെ വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടേതായ ആൾക്കാർ അവരുടെ സഹോദരങ്ങളായിട്ട് ചോദിച്ചാലും മറ്റ് നാട്ടിൽ അവിടെ അടുത്തടുത്ത് താമസിക്കുന്നവരോട് ചോദിച്ചാലും അവർക്കറിയാൻ പറ്റും ഞാൻ മദ്യപിച്ചിട്ട് വന്ന് ചീത്ത വിളിക്കുന്ന ഒരാളാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റു രീതിയിൽ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണോ. ഇവരെ കടയിൽ നിന്ന് തന്നെയാണ് തലേന്ന് വരെയും ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, അന്ന് വരെയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ. ഇതിൻ്റെ പിറ്റേന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാധനം. മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. എനിക്കിപ്പം വലിയ വരുമാനം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് കൊടുക്കാൻ മാർഗ്ഗം ഉണ്ടെങ്കിലല്ലേ നമ്മൾ പറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൈ കിട്ടുന്ന കാശ് റെഡി കാശ് കൊടുത്താണ് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ സംഭവത്തിന് ശേഷം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകാത്തത്. വീട് വിട്ട് ഇറങ്ങുന്നില്ല. കാരണം ഈ ചൂടും കാറ്റൊക്കെ അതുകൊണ്ട് പ്രശ്നമായതിൻ്റെ പേര് മാത്രം. എനിക്ക് അവരുമായിട്ട് യാതൊരു വിരോധമില്ല. പക്ഷേ ഇത് ചെയ്തപ്പോൾ അവിടെ ചീത്ത വിളിക്കുന്ന പലരും ഉണ്ടായിരിക്കാം.
അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അവർക്ക് പോലും നേരിടാൻ പറ്റാതെ എന്നെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ അവരുമായിട്ട് ഒരു ബുദ്ധിമുട്ടിനും പോയിട്ടുമില്ല, അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയത്തുമില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരുടെ മനസ്സിൽ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ, കാരണം എന്തെങ്കിലും വൈരാഗ്യം എന്നോടുണ്ടോ, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകണം. എല്ലാവരും നമുക്ക് അതിന് വേണ്ടിയിട്ട് സഹകരിച്ച് ഇതുപോലെ നാളെ മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രം എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ അടുത്ത് വരുന്ന സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരുമായിട്ട് ഞാൻ സഹകരിക്കുന്നതാണ്, എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും സഹകരിക്കുന്നതാണ്. എന്നാൽ എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എല്ലാ രാഷ്ട്രീയക്കാരും ഈ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ അത്രയ്ക്ക് ഇവരോട് ആരോടും ഒരു കാര്യത്തിന് ഞാൻ മോശമായിട്ട് പോകാത്തതോ ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ്. മദ്യപിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. പക്ഷേ ഈ ആർക്കും ഇതുവരെ ഒരു ദ്രോഹം ഉണ്ടാക്കാൻ ഞാൻ പോയിട്ടില്ല. അതാണ് എൻ്റെ വിഷമത. ഞാൻ എന്നിട്ട് പോലും ഞാൻ കേസ് കൊടുക്കാതെ പോയി. പിന്നെയും വേദനയും പൊട്ടി ഒലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്ന് കേസ് വരെയും കൊടുത്തത്. അങ്ങനെ നിന്നതാണ്. ഇത് മെൽപ്പൂർവ്വമായി ഇതിപ്പം ഈ 4-5 പേര് വഴി വെള്ളം അടിച്ച് ചീത്ത വിളിക്കുന്ന പറഞ്ഞിട്ട് ഈ സ്ത്രീ പലരെയും ഇങ്ങനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു പ്രായമുള്ള 10-75 വയസ്സുള്ള ഒരു മൂപ്പിലാനെ ചൂലുകൊണ്ട് അടിച്ചതാണ്. ചൂലുകൊണ്ട് അടിച്ച കേസിൽ പറഞ്ഞു തീർന്ന മൂപ്പിലാൻ കഴിഞ്ഞ കുറച്ച് കാലമായി മരിച്ചുപോയി. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് കൊച്ചു ഡിവൈഫൈക്കാർ കൊച്ചു പിള്ളേർ ഒരു കടയുടെ തട്ടി കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസുണ്ടാക്കി 5000 രൂപ വാങ്ങിച്ചു. ഇതാണ് സ്ഥിരം തൊഴിൽ. കാരണം ഈ സ്ഥിര പ്രശ്നമാണ്. കാരണം ഇത് ഇവരെന്ന് വെച്ചാൽ ഒരു നിയന്ത്രണമില്ല. തൊട്ട അയലോക്കക്കാർക്ക് പോലും കണ്ടുകൂടാം. കാരണം ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ചെറുപ്പക്കാരുടെ മണ്ടയിൽ കയറി പൈസ പിഴുങ്ങുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ് സാറിന് പറയാൻ ഇപ്പോൾ കുന്നിക്കോട് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസ് വന്നു. ഇദ്ദേഹം 7 ദിവസം കൊണ്ട് ഈ പെരയെ കിടക്കുക. ഇങ്ങനെ കറങ്ങി നടന്നിട്ട് സ്വന്തമായിട്ട് പോയി പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ച് വന്നെന്നറിഞ്ഞപ്പോൾ അവർ പിറ്റേന്ന് വിളിച്ചെന്ന് അവർ മകളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു അവർ കേസ് കൊടുത്തു. വിജയിക്കാൻ വേണ്ടി ഒരു നമ്പരം. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ വാർഡിലോ ഒരു വ്യക്തികൾക്കും എതിരില്ല. ഈ സുധീർ എന്ന് പറഞ്ഞ കക്ഷിയായിട്ട് ആർക്കും ഒരു വിരോധമില്ല. ഈ സുധീർ എന്ന് പറഞ്ഞാൽ ചിരി സ്മാടിച്ചാൽ ചിരി ഒന്ന് കണ്ണുനീർ പൊഴിക്കുന്നതല്ലാതെ ഒരു സ്ത്രീകൾ പോലും പോലെ ഞങ്ങൾ ഇന്നുവരെ ഞാനും ഞങ്ങൾ രണ്ടും തരവാണ് ഇന്നുവരെ ഒരു സ്ത്രീകളോട് ഓടിച്ചിപ്പോൾ പറഞ്ഞിട്ടില്ല. പറയാത്തൊരു വ്യക്തി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കത്തില്ല നാട്ടുകാർ. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ അയാൾ ഒന്നിനും പോകുന്നതല്ല, ആർക്കും പോകുന്നതല്ല. അപ്പം രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും വന്ന് അയാളെ സഹകരിച്ചു, കണ്ടു, ഈ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രംഗം കണ്ടാൽ പെട്ടതള്ള പോലും സഹിക്കത്തില്ല. കാരണം സാറിന് പറയാൻ ഈ അവർ 2 അടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ പ്രശ്നമില്ല നാട്ടുകാർക്കും. ഇങ്ങനെയുള്ളൊരു ഇത് കൊലപ്പെടുത്താൻ തന്നെ ശ്രമിച്ചതാണ്.